നമസ്കാരം. തമിഴ്നാട് ഗവർണർ ആർ.എൻ. രവിയുടെ പക്കൽ നിന്ന് ബിരുദ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വിസമ്മതിച്ച ഗവേഷക വിദ്യാർത്ഥിനി. മനോന്മണിയം സുന്ദരനാർ സർവകലാശാലയിൽ 32ാമത് ബിരുദദാന ചടങ്ങിലാണ് നാടകീയ സംഭവം. പകരം VCയിൽ നിന്നാണ് വിദ്യാർത്ഥിനി സർട്ടിഫിക്കറ്റ് വാങ്ങിയത്. മൈക്രോ ഫിനാൻസിലാണ് ജീൻ ജോസഫ് എന്ന വിദ്യാർത്ഥിനി ഡോക്ടറേറ്റ് നേടിയത്. താൻ ഗവർണറെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് ജീൻ പിന്നീട് വ്യക്തമാക്കി. ആർ.എൻ. രവി തമിഴ്നാടിനും തമിഴ്നാട്ടുകാർക്കും എതിരാണ്. അദ്ദേഹം തമിഴ് ജനതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ബിരുദം വാങ്ങാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെന്ന് ജീൻ പറഞ്ഞു. ചടങ്ങിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യാതിഥിയായ ഗവർണറെ മറികടന്ന് അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയായിരുന്ന VC N ചന്ദ്രശേഖറിൽ നിന്ന് ജീൻ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നത് കാണാം. വിദ്യാർത്ഥിനിക്ക് അബദ്ധം പറ്റിയതെന്നാണ് ഗവർണർ ആദ്യം കരുതിയത്. എന്നാൽ തന്റെ ആംഗ്യത്തിലൂടെ VC നൽകുന്നതാണ് താല്പര്യമെന്ന് ജീൻ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ ഗവർണർ തലകുലുക്കുന്നതും കാണാം. ചടങ്ങിൽ നിന്ന് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വിട്ടുനിന്നിരുന്നു. അതേസമയം ഗവേഷക വിദ്യാർത്ഥിക്കെതിരെ BJP രംഗത്ത് വന്നിട്ടുണ്ട്. DMK ജില്ലാ നേതാവിന്റെ ഭാര്യയാണ് ജീൻ ജോസഫ് എന്ന് K. അണ്ണാമലൈ പറഞ്ഞു. മുഖ്യമന്ത്രിയോട് ഇങ്ങനെ ചെയ്താൽ എന്താകും? പാർട്ടി പദവികൾക്കായി നാടകം കളിക്കുന്നത് അപലപനീയമാണെന്നും അണ്ണാമലൈ പറഞ്ഞു. തമിഴ്നാട് സർക്കാർ പാസാക്കുന്ന ബില്ലുകൾ അംഗീകരിക്കാതെ പിടിച്ചുവെക്കുന്നതിന്റെ പേരിൽ DMKയും ഗവർണറും തമ്മിൽ ദീർഘനാളായി പോരിലാണ്. ഗവർണർക്ക് വിവേചനാധികാരം ഇല്ലെന്നും മന്ത്രിസഭയുടെ ഉപദേശത്തോടെയും സഹായത്തോടെയും വേണം ഗവർണർ പ്രവർത്തിക്കാനെന്നും 1 മാസത്തിനകം ബില്ലുകളിൽ തീരുമാനമെടുക്കണമെന്ന് സുപ്രീംകോടതി വിധിച്ചിരുന്നു. എന്നാൽ വിധിക്ക് ശേഷവും കളേഞ്ചർ സർവകലാശാല സ്ഥാപിക്കാനുള്ള ബില്ലിന് അംഗീകാരം നൽകാതെ രാഷ്ട്രപതിക്ക് റെഫർ ചെയ്തിരിക്കുകയാണ് ഗവർണർ. ബില്ല് പ്രകാരം പുതിയ സർവകലാശാലയുടെ ചാൻസലർ ഗവർണർക്ക് പകരം മുഖ്യമന്ത്രിയാണ്. ഇതിനു മുമ്പ് തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിമാർ ഗവർണർ അധ്യക്ഷത വഹിച്ച ബിരുദദാന ചടങ്ങുകൾ ബഹിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതാദ്യമായാണ് ഒരു PhD വിദ്യാർത്ഥിനി പരസ്യമായി ഗവർണറെ ഒഴിവാക്കുന്നത്.